ഹലോ ഡേയ്സ്, ഗുഡ് ഈവനിങ് ഓൾ. ദിസ് ഇസ് സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. അതിഗംഭീരമായ രീതിയിൽ നിഫ്റ്റി, സെൻസെക്സ്, ബാങ്ക് നിഫ്റ്റി എല്ലാം തന്നെ ശക്തമായൊരു കുതിപ്പ് നടത്തി. ഈ ഒരാഴ്ച ഉണ്ടായിരുന്ന പ്രധാന രണ്ട് ഈവൻറ്റ് US മാർക്കറ്റിലെ GDPയും ഇന്ത്യയുടെ GDP ആയിരുന്നു. US GDP 3.4 നിന്ന് 3.3 സ്ലൈറ്റ്ലി കുറഞ്ഞെങ്കിൽ കൂടിയും US മാർക്കറ്റ് ഇടിഞ്ഞില്ല. മറിച്ച് നാസ്ഡാക്ക് ആവട്ടെ 2021 നവംബറിൽ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഹൈ വീണ്ടും എത്തി നിൽക്കുകയാണ്. ഇന്ത്യയുടെ GDP ഇന്നലെ വന്നപ്പോൾ RBIയുടെ ഫോർകാസ്റ്റ് ആയിട്ടുള്ള 7.6 നിന്ന് ഉയർന്ന് 8.4 എന്ന വളരെ ഗംഭീരമായിട്ടുള്ള GDP ഡേറ്റയാണ് നമുക്ക് വന്നിട്ടുള്ളത്. സെയിം ടൈം ബ്രിട്ടനും ജർമ്മനിയും ഉൾപ്പെടെയുള്ള മറ്റുള്ള രാജ്യങ്ങളിൽ സാമ്പത്തിക മാന്ദ്യ സാധ്യതകൾ നിലനിൽക്കുമ്പോൾ അതിഗംഭീരമായിട്ടുള്ള ഈ ഒരു GDP വന്നു. ഇന്നലെ FISന്റെ ഭാഗത്തുനിന്ന് ഏകദേശം ഒരു 3500 കോടി രൂപക്ക് മുകളിൽ പോയി നടന്നു. ഈ നിഫ്റ്റിയുടെ റാലിയും മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിലൊന്നും തന്നെ പങ്കെടുക്കാത്ത ഒരാളുണ്ടായിരുന്നു, HDFC ബാങ്ക്. ഇന്ന് ആ ഒരു പ്രശ്നവും പരിഹരിച്ചു. HDFC ബാങ്ക് ഒരു 2% മുകളിൽ റാലി രേഖപ്പെടുത്തിയപ്പോൾ നടന്നത് ഇന്ത്യൻ മാർക്കറ്റ് നടത്തിയ ഏറ്റവും വലിയ ശക്തമായ കുതിപ്പ് ഉണ്ടാക്കിയ ദിവസങ്ങളിൽ ഒരു ദിവസമായിട്ടാണ് ഇന്ന് കണക്കാക്കപ്പെടുന്നത്. നിഫ്റ്റിയുടെയും മറ്റുള്ള കാര്യങ്ങളും ചാർട്ടും നമുക്ക് പരിശോധിക്കാം. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് നോക്കാം. 2088 നിന്ന് ഒരു പുറകിലേക്ക് തിരിഞ്ഞു നോക്കാതെ നിഫ്റ്റി ഒരേ ഡയറക്ഷനിലേക്ക് ശക്തമായ ഒരു റാലി രേഖപ്പെടുത്തി. നിഫ്റ്റി ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്ന് 356 പോയിന്റ്, സെൻസെക്സ് 1245 പോയിന്റ്, ബാങ്ക് നിഫ്റ്റി 1166 പോയിന്റിന്റെ ഒരു റാലി ഉണ്ടാക്കി. NSEയിൽ 1440 കമ്പനീസും കഴിഞ്ഞ ദിവസം ക്ലോസിംഗിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ടാറ്റ സ്റ്റീൽ, JSW സ്റ്റീൽ, L&T, ടൈറ്റാൻ, ഇൻഡസ്ഇൻഡ് ബാങ്ക് തുടങ്ങിയ കമ്പനീസ് 3.5 മുതൽ ഏകദേശം ഒരു 6.25% റാലി രേഖപ്പെടുത്തിയപ്പോൾ ഡോക്ടർ റെഡ്ഡി US അവർക്കൊരു കേസ് ഇപ്പോൾ ന്യൂജേഴ്സിയിൽ റിപ്പോർട്ട് ചെയ്തു. അത് കാരണം ഡോക്ടർ റെഡ്ഡി ഇന്ന് 3.5% ഫോള്. HCL ടെക്, സൺഫാർമ, ഇൻഫോസിസ്, ബ്രിട്ടാനിയ തുടങ്ങിയ കമ്പനീസിൽ ഒരു സ്ലൈറ്റ്ലി ഫോൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് HDFC ബാങ്കിൻ്റെ ചാർട്ടാണ്. HDFC ബാങ്ക് കാണും 1410 എന്ന റേഞ്ചിൽ നിന്ന് 23 പോയിന്റ് അഥവാ 1.64% ശക്തമായ ഒരു കുതിപ്പുണ്ടായി. നിഫ്റ്റി ഇത്ര വലിയ രീതിയിലുള്ള ഒരു കുതിപ്പുണ്ടായപ്പോൾ അല്ലെങ്കിൽ റാലി ഉണ്ടായപ്പോൾ ഇതിൽ ഏതൊക്കെ കമ്പനീസാണ് കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് കാണാൻ സാധിക്കും. ഇന്ന് നിഫ്റ്റി ഉണ്ടാക്കിയ 355 പോയിന്റിന്റെ 52 പോയിന്റ് ICICI ബാങ്കാണ്, അഥവാ 0.24%. HDFC ബാങ്ക് നിഫ്റ്റി ഇന്ന് ഉണ്ടാക്കിയ 355 പോയിന്റിന്റെ 44 പോയിന്റും HDFC ബാങ്കിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. റിലയൻസ് 42 പോയിന്റ് കോൺട്രിബ്യൂട്ട് ചെയ്തു, L&T കോൺട്രിബ്യൂട്ട് ചെയ്തു, SBI കോൺട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ ഈ റിലയൻസ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്നി ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് അവർ ജോയിന്റ് വെഞ്ചറായിട്ട് മീഡിയ ബിസിനസ് ഇന്ത്യയിൽ ചെയ്യുന്ന ന്യൂസ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. L&T രാജ്യത്തിലെ ഏറ്റവും ആദ്യത്തെ ഹൈഡ്രജൻ പ്ലാന്റ് ഇനാഗുറേറ്റ് ചെയ്ത കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആക്സിസ് ബാങ്കും ടൈറ്റാനും കൊട്ടാക് ബാങ്കും ടാറ്റ മോട്ടോഴ്സും മാരുതിയും NTPC തുടങ്ങിയ മറ്റ് കമ്പനീസ് 14, 13, 12, 11, 10, 8 പോയിന്റ് ശതമാനമല്ല പോയിന്റ് നിഫ്റ്റിയിൽ കോൺട്രിബ്യൂട്ട് നൽകി. നിഫ്റ്റി ഏകദേശം ഒരു 350 പോയിന്റിൻ്റെ അടുത്ത് ശക്തമായൊരു റാലിയാണ് നിഫ്റ്റി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒരേ ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ മാർക്കറ്റിനെ ഷോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. കാരണം നല്ലൊരു GDP ഡേറ്റ വന്നു. HDFC ബാങ്ക് എല്ലാം തന്നെ ഓവർ സോൾഡ് സോണിലാണ് ഉള്ളത്. എന്തെങ്കിലും ഒരു പ്രത്യേക ട്രിഗർ ഉണ്ടാവുകയാണെങ്കിൽ HDFC ബാങ്ക് ഒക്കെ മുകളിലേക്ക് പോകും. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഷോർട്ട് ചെയ്ത ആളുകളെല്ലാം തന്നെ സീവിയർ ആയിട്ട് മാർക്കറ്റിൽ ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും. മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാവുന്നത് നിക്ഷേപകർക്കാണ്, അല്ലെങ്കിൽ മാർക്കറ്റിൽ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് സമീപിക്കുന്ന ആളുകൾ. പക്ഷേ മാർക്കറ്റ് റാലി രേഖപ്പെടുത്തുമ്പോൾ എല്ലാവരും പ്രോഫിറ്റിൽ ആണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഓപ്ഷൻ റൈറ്റേഴ്സ് എല്ലാം തന്നെ ലോസിലാണ് ഉണ്ടാവുക. ഈ ഒരു റേഞ്ചിലേക്ക് പോകില്ല എന്ന് ഇന്നിപ്പോൾ എസ്പെഷ്യലി സെൻസെക്സിൻ്റെ എക്സ്പയറി ആണ്. സെൻസെക്സ് മറ്റുള്ള ഇൻഡെക്സിനെ പോലെ ഇന്ന് നിഫ്റ്റിയാണ് ശക്തമായ റാലി രേഖപ്പെടുത്തിയത്. സെൻസെക്സ് എങ്കിൽ കൂടിയും സെൻസെക്സ് ഒക്കെ കോളൊക്കെ ഷോർട്ട് ചെയ്ത ആളുകളെല്ലാം തന്നെ വലിയ ലോസ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഓപ്ഷൻ ചെയ്ത് ലോസ് ബുക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. ഇനി ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ നാളെയാണ് നമ്മളുടെ ക്ലാസ് കൊച്ചിയിൽ ഈ ഒരു ഓഫീസിൽ വെച്ചുള്ളത്. നെക്സ്റ്റ് സൺഡേ കോഴിക്കോടും വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സീറ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് പരിശോധിക്കാം. Paytm ഇന്ന് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. Paytm അവരുടെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ യെസ് ബാങ്കായിട്ട് സഹകരിക്കുന്നുണ്ട്. മറ്റുള്ള ന്യൂസുകൾ നമ്മളിന്ന്
ഡിസ്കസ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ എൽ&ടിയുടെ ന്യൂസ് കണ്ടു. കൂടാതെ തന്നെ എൽ&ടിക്ക് ഒരു ഓർഡറും പ്രധാനമായിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഡോക്ടർ റെഡ്ഡി നേരെ സൂചിപ്പിച്ച പോലെ തന്നെ US മാർക്കറ്റിൽ ന്യൂജേഴ്സിയിൽ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തു. അതുകൊണ്ടാണ് ഡോക്ടർ റെഡ്ഡി ഇന്ന് ഫോളോ ആയിട്ടുള്ളത്. എൽ&ടിക്ക് 13,368 കോടി രൂപയുടെ ഒരു ഓർഡറും ഇന്ത്യൻ എയർവേസിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിരുന്നു. അതുകൊണ്ടും കൂടിയാണ് ഇന്ന് എൽ&ടി റാലി രേഖപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ പേടിഎമ്മിൻ്റെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്സിസ് ബാങ്കും യെസ് ബാങ്കൊക്കെ ആയിട്ട് തേർഡ് പാർട്ടി നോഡൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പേടിഎം ഒന്ന് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റിൽ 2 പ്രത്യേകതകളാണ് ഉള്ളത്. ഒന്ന് ബിറ്റ്കോയിൻ $16,000 എന്ന നിലയിൽ നിന്ന് ഇപ്പോൾ ബിറ്റ്കോയിൻ എത്തി നിൽക്കുന്നത് $62,000 എന്ന നിലയിലാണ്. ഗോൾഡും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ $2,047 per ounce എന്ന നിലയിൽ എത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ 2000-ലേക്ക് താഴെ പോയതാണ്. എനിവേ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് വിശദമായിട്ട് പരിശോധിക്കാം. ഇന്ത്യ വിക്സ് 2% ഇടിഞ്ഞ് 15.23. റഷ്യൻ മാർക്കറ്റ് MOEX റെഡിലാണ് ഇപ്പോൾ ഉള്ളത്. FTSE UK മാർക്കറ്റ് ഗ്രീനിലാണുള്ളത്. CAC 40 ഫ്രാൻസ് മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത് ഫ്ലാറ്റാണ്. ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത് പോസിറ്റീവാണ്. ബിറ്റ്കോയിൻ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി 62,000 റേഞ്ച് എന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡിങ് തുടരുന്നത്. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 37 പോയിന്റ് നെഗറ്റീവിലാണ്. ഡോ ജോൺസ് ഇന്നലെ ക്ലോസ് ചെയ്ത ഡോ ജോൺസ് ആണ് ഏറ്റവും താഴെ കാണുന്നത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ഫ്ലാറ്റായ രീതിയിൽ -37 എന്ന നിലയിലാണ് ഉള്ളത്. അതിൻ്റെ മുകളിലേക്ക് ഏഷ്യൻ മാർക്കറ്റാണ് മിക്സ്ഡ് ആയ രീതിയിൽ ക്ലോസിംഗ് നടത്തി. ബ്രന്റ് ഓയിൽ $83 per ബാരൽ. ഏറ്റവും ടോപ്പിൽ കാണാം ഗോൾഡ് $2,047 per ounce എന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡിങ് തുടരുന്നത്. എല്ലാവർക്കും ഗംഭീരമായിട്ടുള്ള ഒരു വീക്കെൻഡ് ദിനം നേരുന്നു. നാളെ വൈകിട്ട് നമുക്ക് വീഡിയോ ഉണ്ട്. കൂടാതെ തന്നെ ഞായറാഴ്ച നമ്മുടെ മാർക്കറ്റ് ഔട്ട്ലുക്ക് ഉണ്ട്. വരും ആഴ്ചയിൽ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും. എനിവേ, താങ്ക് യു.